അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കേസുള്ള കാര്യം എനിക്കറിയില്ല. എൻ്റെ പേരിൽ ഒരു കേസില്ല, ഒരു പെറ്റി കേസ് പോലും എൻ്റെ പേരിലില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു കേസിൽ പ്രതി എന്ന് കേൾക്കുന്നത് അവിടെയാണ്. എൻ്റെ പേരിലൊരു കേസില്ല, കേസിൽ പ്രതിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്, ഒന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ സ്റ്റേഷനിൽ വന്നു. സ്റ്റേഷനിൽ വന്നപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കമ്പനി പറഞ്ഞല്ലോ, ഏഷ്യൻ മോട്ടോഴ്സ് പറഞ്ഞല്ലോ, ട്രക്കിൻ്റെ കമ്പനി. ഈ ട്രക്കിൻ്റെ കമ്പനി എല്ലാവർക്കും ചാനൽ ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. ഡീലർമാർക്കെല്ലാം ചാനൽ ഫണ്ടിങ് കൊടുക്കും. അപ്പോൾ എൻ്റെ ഡീലർക്ക് കിട്ടിയത് 2.5 കോടി രൂപേൻ്റെ ചാനൽ ഫണ്ടിങ് ആണ്. അപ്പോൾ ഈ ചാനൽ ഫണ്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊളാറ്ററൽ സെക്യൂരിറ്റി ആവശ്യമില്ല, കാരണം കമ്പനിയാണ് അതിൻ്റെ ഗ്യാരണ്ടി കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാനയുള്ള ഡീലർമാർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ കമ്പനി ബാങ്കറക്റ്റ് ആയപ്പോൾ ബാങ്ക് ഒരു കേസ് കൊടുത്തു. ഈ മെയിൻ കമ്പനി ബാങ്കറക്റ്റ് അതിൽ ക്രിമിനൽ കോറസ്പോണ്ടൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് 3000 കോടിയോ അല്ല 300 കോടിയോ എന്താണ്ട് ഈ കമ്പനിക്കെതിരെ കേസ് കൊടുത്തു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ വരുന്നത്. അതിൻ്റെ ഒരു എല്ലാ ഡീലർമാരെയും അതിനകത്ത് പ്രതി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു കേസ് ബാങ്ക് ഓഫ് ബറോഡയും കൊടുക്കുന്നു. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ കൊടുത്തതിനകത്ത് നമ്മൾ കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ബാങ്ക് ഓഫ് ബറോഡ കൊടുത്ത കേസ്. അപ്പോൾ അത് ക്രിമിനൽ കേസാണ്. ശരിക്കും അങ്ങനെ ക്രിമിനൽ കേസ് കൊടുക്കാൻ ബാങ്കിന് അധികാരമില്ല, ക്രിമിനൽ കേസ് എടുക്കാനും. പക്ഷേ അന്നത്തെ ഒരു പ്ലാൻ വെച്ചിട്ട് ബാങ്ക് ഓഫ് ബറോഡ ക്രിമിനൽ കേസ് എടുക്കുന്നു. ഇവിടുന്ന് എന്നെ ഈ പരിപാടിയിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അപ്പോൾ അത് മാംഗോ ഫോണിൻ്റെ പേരിലല്ല എന്നെ അറസ്റ്റ് ചെയ്യുന്നതും കേസുണ്ടാകും. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ വിചാരിക്കുന്നത് മാംഗോ ഫോണിൻ്റെ പേരിൽ എന്തോ പ്രശ്നം എന്നാണല്ലോ വിചാരിക്കുക. ആൾക്കാർ വാർത്തകൾ മുഴുവൻ വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, മാംഗോ കേസ് അതിൻ്റെ പ്രൊമോട്ടർമാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ വലിയ വാർത്ത പിറ്റേ ദിവസം രാവിലെ വന്നു. എന്താ തോന്നണേ, അതായത് ഈ ദിവസം തന്നെ ഇങ്ങനത്തെ അതിനകത്തൊരു പ്രശ്നം, അന്നൊരു യാദർശ്യമല്ല. അന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, M-Phone എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ കമ്പനീൻ്റെ പേര് മാംഗോ OS എന്നാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഒരു പ്രൊമോട്ടർ തമ്മിൽ, അതായത് ഈ മാംഗോ OSഉം മാംഗോ ഫോൺ, അന്ന് മാംഗോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നടത്താൻ വേണ്ടിയിട്ടാണ് മൈക്രോസോഫ്റ്റ് ചെന്നൈ നോക്കിയോൻ്റെ ഫാക്ടറി വാങ്ങുന്നത്. 700 കോടിക്കെങ്ങാണ്ടാണ് ആ ഫാക്ടറി വാങ്ങുന്നത്. അപ്പോൾ ആ കമ്പനി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, അവിടുന്ന് ഒരു ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ട്, ഇത് ലോഞ്ച് ചെയ്യാതിരിക്കാൻ നടന്നിട്ടുണ്ട്. ഈ മാംഗോ ഫോൺ ലോഞ്ച് ചെയ്താൽ പിന്നെ അത് തീർന്നു. അവർ തുടങ്ങാൻ വെച്ചിരിക്കുന്നത് ഈ മാംഗോ OS, മാംഗോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെയാണ്. ഇന്നും അത് മാംഗോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗൂഗിൾ കയറി സെർച്ച് ചെയ്താൽ മൈക്രോസോഫ്റ്റിന്റെ മാംഗോ OS എന്നാണ് കാണാൻ പറ്റുക. ആ മാംഗോ OS എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ മാംഗോ ഫോൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ M-Phone ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, മാംഗോ ഫോൺ ലോഞ്ച് ചെയ്താൽ പിന്നെ അവർക്കതില്ല. അതിൻ്റെ ഒരു കേസ് ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കതിനകത്ത് അതിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഞാനത് ഇറങ്ങാത്തതിന് കാരണം, അത് നമുക്ക് വേണ്ടാത്ത ബിസിനസ് ആണെന്ന് നമ്മൾ അന്ന് തീരുമാനിച്ചുകൊണ്ട്, അല്ല അതിന് കാരണം അതൊരു വലിയ ഏറ്റുമുട്ടലാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാവാം അത് അറസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചു. എന്നെ അറസ്റ്റ് ചെയ്തു, കോടതി കൊണ്ട് ഹാജരാക്കി, ജാമ്യം കിട്ടി പുറത്തു വന്നു. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഈ മാംഗോ ഫോണിൻ്റെ ക്ലോസിങ് അതോടുകൂടി ഉണ്ടായി. കാരണം എന്തുകൊണ്ടാണ്, അത് കഴിഞ്ഞ് നമ്മൾ ലോഞ്ച് കഴിഞ്ഞിട്ട് 29-ാം തീയതി ലോഞ്ചിങ്, എനിക്ക് തോന്നുന്നു 7-ാം തീയതി സെയിൽസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. അന്ന് ലോഞ്ചിങ്ങിന് വന്ന മൊബൈൽ മുഴുവൻ എയർപോർട്ടിൽ സ്റ്റക്കായി. ഏതെനിക്ക് 320 കോടി രൂപേൻ്റെ മൊബൈൽ ഫോൺ കൊച്ചി എയർപോർട്ടിൽ സ്റ്റക്കായി എന്നുള്ളത് മാത്രമല്ല, എനിക്ക് പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്തുകൊണ്ടാണ്, ഇതിലെന്തോ വലിയ പ്രശ്നമുണ്ട് എന്നുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു. ഈ മൊബൈൽ ഫോണിൽ ലോഞ്ച് ചെയ്യുന്നതിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ള പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു. മൊബൈൽ ലോഞ്ച് ചെയ്യാൻ പറ്റിയില്ല. ലോഞ്ച് ചെയ്തു. എന്നിട്ട് ഈ അറസ്റ്റ് ചെയ്ത് എന്നെ ലോഞ്ചിങ്ങിന് തിരിച്ചു വിട്ടു. അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഞാനിങ്ങനെ പറഞ്ഞു, എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് ഈ കേസിനല്ലേ, ഞാൻ ലോഞ്ച് ചെയ്യുന്നത് ഇത്രയും കോടി രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഇത്രയും കോടി രൂപ ഞാൻ പരസ്യം ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് എന്നെ ക്രൂശിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ SIക്ക് ഒരു കരുണ തോന്നിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അന്ന് എന്നെ എന്ത് ചെയ്തു, ലോഞ്ചിങ്ങിന് വേണ്ടി തിരിച്ചു വിട്ടു. ലോഞ്ചിങ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്നു. അങ്ങനെ കോടതി പോവുകയാണ് ചെയ്തത്. പക്ഷേ എന്ത് സംഭവിച്ചു പറഞ്ഞാൽ, പിറ്റേ ദിവസത്തെ മാധ്യമങ്ങളിൽ മുഴുവൻ പ്രധാനപ്പെട്ട വാർത്ത ഇതായിരുന്നു. 7 കോടി തലവസം കൊടുത്ത അന്നത്തെ ദിവസം രാവിലെ 7 കോടി രൂപ പരസ്യം കൊടുത്ത മാധ്യമങ്ങൾ മുഴുവൻ അന്ന് തന്നെ ഞാനെന്തോ ഒരു വലിയ തട്ടിപ്പ് നടത്തി. 1 രൂപ ഞാനൊരു സ്പോൺസറോട് വാങ്ങിയിട്ടില്ല, 1 രൂപ ഞാൻ ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ചില്ല. അന്നത്തെ എനിക്ക് തോന്നുന്നു ഖത്തറിലെ രാജകുടുംബാംഗമൊക്കെ അന്ന് ഈ പരിപാടിക്ക് വന്നിട്ടുണ്ട്. കാരണം അന്ന് ഞാൻ ഡിസ്ട്രിബ്യൂഷൻ സംസാരിച്ച് വെച്ചിരിക്കുന്നത് ഇവരോടൊക്കെയാണ്. അപ്പം അന്ന് എന്നോട് ഈ രാവിലെ ഡിസ്ട്രിബ്യൂഷൻ സൈൻ ചെയ്ത ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് അദ്ദേഹം എന്നോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു 50 മില്യൻ്റെ എഗ്രിമെൻറ്റ് തരാം. അപ്പോൾ എൻ്റെ മനസ്സിലെന്താണ്, ഈ ലോഞ്ചിങ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ നമുക്ക് ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അതിനേക്കാളും കൂടുതൽ വിസിബിലിറ്റിയും, കാരണം അന്ന് നല്ല പേരാണ് ഈ പറയുന്ന മൊബൈലിന് നല്ല പേര്, നല്ല ഇതുമാണ്.
ഞാൻ ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു, ഈ പറഞ്ഞ ഇതവിടെ അവസാനിച്ചു. അല്ല ഈ അറസ്റ്റ് ചെയ്തു. ഞാൻ പിറ്റേ ദിവസം രാവിലെ മാധ്യമങ്ങൾ മുഴുവൻ ഇതൊരു വലിയ തട്ടിപ്പ് എന്നുള്ള നിലയിലേക്ക് വാർത്ത കൊടുത്തു. അതോടുകൂടിയിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ M-Phone അവിടെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനത് തുടങ്ങില്ല. ഞാൻ അതേ വർഷം 2017 ഫെബ്രുവരി 28 ഇതേ സാധനം ഞാൻ ദുബായിൽ ലോഞ്ച് ചെയ്തു. നമുക്ക് വാശി കയറി. കാരണം എന്താ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് കേരളമാണ് നമ്മളെ നശിപ്പിച്ചത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് വന്നു. കാരണം കേരളത്തിലെ മാധ്യമങ്ങളാണ്, കാരണം സത്യാവസ്ഥ അറിയാതെ ഇത് എഴുതി എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് വരുന്നത്. ഞാൻ എന്ത് പറഞ്ഞാൽ നേരെ കൊണ്ടുപോയി 2017 ദുബായിൽ ലോഞ്ച് ചെയ്തു. ദുബായിൽ ലോഞ്ച് ചെയ്തതും എനിക്ക് തോന്നിയിട്ടില്ല അത് അത്ര രീതിയിൽ. കാരണം ഇവിടെ ഒരു വലിയ ബാഡ് മാർക്ക് വീണതോട് കൂടിയിട്ട്, കാരണം അത് ആ രീതിയിൽ നമുക്ക് സെല്ല് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ അങ്ങോട്ട് അത് കഴിഞ്ഞ് 2 പേരെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. മഞ്ഞളാംകുഴി അലീനെയും എനിക്ക് മൗലാന റഷീദ്. അവരെ മഞ്ഞളാംകുഴിയിലെ അവിടുത്തെ ദുബായ് ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. അതുപോലെ തന്നെ മൗലാന റഷീദ് കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് സൈൻ ചെയ്തു. അവർക്കായിട്ട് എങ്ങനെയാണ് പിൽക്കാലത്ത് ബന്ധം? അല്ല, പിന്നെ അവർക്ക് അറിയാം, ഞാൻ ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. പക്ഷെ അത് സെയിൽസ് നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അങ്ങോട്ട് ആ വർഷം 2016 2017 സെയിൽസ് നടത്താൻ വാർത്തകൾ വരുന്നുണ്ട്. അല്ല, അത് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അത് സെയിൽസ് നടന്നില്ല. ഞാൻ ബില്ല് ചെയ്തു. ഈ ലോഞ്ച് ചെയ്തിട്ട് മുഴുവൻ സാധനം ആർക്ക്? മഞ്ഞളാംകുഴി അലിക്കും റഷീദിന് പ്രൊഡക്റ്റ് ബില്ല് ചെയ്തു. പ്രൊഡക്റ്റ് ബില്ല് ചെയ്തിട്ട് അവർക്കത് സെല്ല് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അവർ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. ആ പ്രൊഡക്റ്റ് മുഴുവൻ ഞാൻ തിരിച്ചെടുത്തു. പിന്നെ അത് സെല്ല് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ അതെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതവിടെ ഞാൻ ആ M-Phone എന്ന് പറയുന്ന സാധനം ഞാൻ അവിടെ അവസാനിപ്പിച്ചു. കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ ഒരു വലിയ രീതിയിൽ ബാഡ് മാർക്ക് വന്നതോട് കൂടിയിട്ട് ഈ സാധനത്തെ നമുക്ക് തിരിച്ച് ഡെവലപ്പ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നു. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താ? സത്യാവസ്ഥ എന്ന് പറയുന്നത്, ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ പറ്റിച്ചിട്ടില്ല, ഒരാളോട് പൈസ മേടിച്ചിട്ടില്ല, ഒരു പ്രൊഡക്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരുത്തോട് പോലും പൈസ വാങ്ങി ചീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്താ സംഭവിച്ചത്? ഈ AMWൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ അറസ്റ്റ് നടന്നത്. പക്ഷേ ചർച്ച ചെയ്തപ്പോഴും കൂടെ എന്താ, കേരളത്തിൽ എൻ്റെ പേരിൽ ഇതുവരെ M-Phoneമായി ബന്ധപ്പെട്ട് ഒരു ക്രിമിനൽ കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. 1 രൂപ തട്ടിച്ചെന്നോ അല്ലെങ്കിൽ മേടിച്ചെന്നോ പറഞ്ഞാൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്നും ഞാൻ മെയിനായിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് എന്താണെന്ന് മാത്തുക്കുട്ടിക്ക് അറിയോ? ഞാൻ ഇന്ന് പ്രധാനപ്പെട്ട എല്ലാ കമ്പനികൾക്കും മൊബൈൽ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊബൈൽ മാനുഫാക്ചർ ചെയ്ത് അവരുടെ പേജ് ഈ ടെക്നോളജി തന്നെയാണ്. പക്ഷേ മൈക്രോസോഫ്റ്റിന് വേണമെങ്കിൽ മൈക്രോസോഫ്റ്റിന് കൊടുക്കും, ഫ്ലൈക്ക് വേണമെങ്കിൽ പ്രധാനപ്പെട്ട ആഫ്രിക്കൻ കൺട്രികളിലെല്ലാം ഞാൻ ഇന്നും മൊബൈൽ കൊടുക്കുന്നുണ്ട് അവരുടെ പേരിൽ. എൻ്റെ പേരിൽ ഒരു ബ്രാൻഡ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നും എനിക്കൊരു ബാക്ക് ബോണായിട്ട് എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണിക് സെയിൽസ് തന്നെയാണ്. മാംഗോ ഫോൺ എന്ന് പറഞ്ഞ സാധനം അവസാനിപ്പിച്ചു. ഇതോടുകൂടിയിട്ട് ഞാൻ ഈ പരിപാടി അവിടെ, അതായത് ഇപ്പം ഏറ്റവും ആദ്യം ചൈനയിലേക്കും കൊറിയയിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവരെന്താണ് നമ്മളുടെ അടുത്ത് പറഞ്ഞത്? അതാണ് വിജയിച്ചത്. എന്നോട് അന്ന് പറഞ്ഞത്, നിങ്ങളൊരു സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങരുത്, തുടങ്ങിയവരെല്ലാം പൊളിഞ്ഞിട്ടുണ്ടെന്നാണ് എന്നോട് അന്ന് പറഞ്ഞത്. പക്ഷെ നമ്മുടെ അന്നത്തെ അറിവില്ലായ്മയും ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് മാംഗോ ഫോൺ എവിടെയൊക്കെ ഉണ്ട്. മാംഗോ ഇല്ലാന്നേ ഉള്ളൂ, ഫോൺ ടെക്നോളജി നമ്മളെല്ലാം സെല്ല് ചെയ്യുന്നുണ്ട്. ഇന്നും നമുക്ക് വരുമാനം ഉണ്ടാകുന്നുണ്ട്. എല്ലാ ആഫ്രിക്കൻ കൺട്രീസിലെ എല്ലാ രാജ്യങ്ങളും തന്നെ സെല്ല് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ആണ് ഇന്ന് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. മനസ്സിലായി? ഇന്നും നമ്മൾ പല ആൾക്കാർക്ക് ടെക്നോളജി കൊടുത്തതും OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുക്കുന്നതും പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാനുഫാക്ചർ ചെയ്യുന്നതൊക്കെ നമ്മൾ അതിൽ തന്നെയാണ്. ഇന്നും നമ്മൾ നിലനിൽക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ അതിൽ നിന്നായിരിക്കാം കൂടുതൽ വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സത്യം പറഞ്ഞാൽ മൊബൈൽ. അത് കഴിഞ്ഞ് ഞാൻ വേറെ ഒരു പണിയും ചെയ്തിട്ടില്ല. 2016 ഈ ലോഞ്ചിങ്ങിന് 2017 ഈ M-Phone ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ഈ മൊബൈൽ ടെക്നോളജിയും മൊബൈൽ ഫോൺസും ഇലക്ട്രോണിക്സ്, ഇപ്പോൾ എന്തൊക്കെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതുപോലെ മൊബൈൽ ഫോൺസ്, ചാർജർ, അതുപോലെ മൊബൈൽ ഹോം അപ്ലയൻസസ് മുഴുവൻ ഇതെല്ലാം എല്ലാ കമ്പനികളുടെ പേരിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ അതിൽ വളരെ സ്ട്രോങ് ആണ് നമ്മൾ. ആ കാര്യത്തിനകത്ത് നമ്മൾ വലിയ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് പൈസ മേക്ക് ചെയ്യുന്നുണ്ട്, പൈസ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതിലാണ് നമ്മുടെ അടിത്തറ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും വയനാട് സൈഡിൽ കൂടെ ആരെങ്കിലും വണ്ടി ഓടിച്ച് പോകാൻ അവിടെ അല്ല, നമ്മളെ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് അതാണ് നമ്മുടെ ഒരു ബേസ് അടിത്തറ എന്ന് പറയുന്നത്. ഇവിടുത്തെ ആൾക്കാർക്കൊന്നും അറിയില്ല. പിന്നെ ഞാൻ 2017, 18, 19, 20, 21 വരെ ഞാൻ ഒരു കാര്യത്തിനകത്തും ഞാൻ ഇടപെട്ടിട്ടില്ല.